2 ശ്ലോകവും കൂടിയേ ഉള്ളൂ ഈ പ്രസംഗത്തിൽ. അതിൽ 31ാമത്തെ ശ്ലോകമാണ് ഇനി പറയാനുള്ളത്. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. അപ്പം കൃഷ്ണൻ ഇങ്ങനെ ധ്യാനവും സമാധിയും ഒക്കെ വർണ്ണിച്ചതിന് ശേഷം അർജുനനെ പോലും സമാധിസ്ഥനാക്കാൻ പോവാ. അർജുന, അവിടെ ശരിക്കും ചമ്രം പടിഞ്ഞിരിക്കൂ, കണ്ണടയ്ക്കൂ, കൈകോർത്ത് മടിയിൽ വയ്ക്കൂ, എന്നിട്ട് ഉള്ളിലേക്ക് പിൻവലിഞ്ഞ് അത് പറയാനാ പോണേ? അല്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പം ഈ ധ്യാനം സമാധി എന്ന് പറയണത് എപ്പോഴും അതിലിരിക്കാൻ സാധിക്കുന്നതോ ആവശ്യമുള്ളതോ അല്ല. അത് നമുക്കൊരു അഭ്യാസം, ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് കൈക്കൊള്ളേണ്ടതാണ്. ആ അഭ്യാസം കൊണ്ട് നമുക്ക് വരാനുള്ളത് വേറെ ഒരു നേട്ടമാണ്. ആ നേട്ടം എന്താ? വ്യാവഹാരിക നേട്ടം. വ്യാവഹാരികം എന്ന് പറയുമ്പോൾ കോടതിയിലുള്ള കേസല്ല. വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ, ലോകവുമായിട്ടുള്ള സമ്പർക്കദശ. ആ സമ്പർക്കത്തിലുള്ള ഒരു മാഹാത്മ്യമാണ് നമുക്ക് കിട്ടേണ്ടത്. അതിലുള്ള ഒരു കൗശലം, ഒരു സാമർഥ്യം, ഒരു നൈപുണ്യം, അതിൽ നല്ല ഒരു തികവും മികവും നമുക്ക് കിട്ടണം. ആ തികവും മികവും എങ്ങനെയാണ് ഉണ്ടാവുക? എങ്ങനെ ഈ സമാധിയും ധ്യാനവും നമുക്ക് കൈവന്നുവോ അതുപോലെ തന്നെ സമാധിയിൽ നിന്നും ധ്യാനത്തിൽ നിന്നും വ്യുത്ഥിതനായി ആ നേട്ടം ഒരു നിലയ്ക്കും പോകാതെ സൂക്ഷിക്കാനുള്ള ഒരു പുതിയ തത്വവിചാരം നമുക്ക് വേണം. സാധാരണ നമ്മുടെ മനസ്സിൽ നടക്കുന്ന വിചാരങ്ങൾ മുഴുവൻ ലോകവസ്തുക്കളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജാഗ്രതയിലുള്ള വ്യവഹാരങ്ങളെ മാത്രം മുതൽക്കൂട്ടായി വെച്ചുകൊണ്ടുള്ളതാണ്. ഇതിപ്പോൾ ധ്യാനം സമാധി എന്ന് പറയുന്ന 2 അനുഭവം നാം കൾട്ടിവേറ്റ് ചെയ്തു, വളർത്തിയെടുത്തു, സമ്പാദിച്ചു. അതിൻ്റെ പിന്നാലെ പോയി ശാസ്ത്രങ്ങൾ വായിച്ചു, ഗ്രഹിച്ചു, ഗുരുവിൻ്റെ അടുത്ത് ചെന്നു, ദീക്ഷ മേടിച്ചു, സാധന ചെയ്തു, കൈക്കലാക്കി. ആ കൈക്കലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എന്തു വേണം? നമ്മുടെ കാഴ്ചപ്പാട് മുഴുവനും പരിഷ്കരിക്കണം, പവിത്രമാകണം, സമ്പന്നമാകണം, ധന്യമാകണം. ഒരു വിശേഷപ്പെട്ട ഒരു ദർശനം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റണം. അതെന്താണത്? സർവഭൂതസ്ഥിതം യോ മാം ഭജതി ഏകത്വമാസ്ഥിതഃ. തുടങ്ങിയത് ഈശ്വരാരാധനയോട് കൂടിയിട്ടാണ്. ആ ഈശ്വരാരാധനയെ വിടണം എന്ന് കൃഷ്ണൻ പറയുന്നില്ല. ആ ഈശ്വരാരാധനയെ നിങ്ങൾ എങ്ങനെ തുടങ്ങി? ഒന്നിലോ ഒരു മൂർത്തി, ഒരു വിഗ്രഹം, അല്ലെങ്കിൽ ഒരു പടം. പടമാണെങ്കിൽ ചുമരിൽ തൂക്കി, വിഗ്രഹമാണെങ്കിൽ ഒരു പീഠത്തിൽ വെച്ചു. എന്നിട്ട് കാലത്ത് അവിടെ വന്നു, അതിനെ ഒന്ന് തുടച്ചു വെടുപ്പാക്കി, അഭിഷേകമുണ്ടെങ്കിൽ ചെയ്തു, 4 പുഷ്പിട്ടു, 2 മന്ത്രം ചൊല്ലി, നമസ്കരിച്ചു, ദീപാരാധന കാണിച്ചു. അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ കാണിക്കുന്നത് മുഴുവൻ ആർക്കാ? ജഗദീശ്വരനാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ജഗദീശ്വരന്. ജഗത്ത് എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നിങ്ങളുടെ പൂജാമുറിയുടെ ഉള്ളിലുള്ള ഏതാനും ഒരു അരയടിയോ ഒരടിയോ സ്ഥലമാണോ ഈ ജഗത്ത് എന്ന് പറയണത്? നിങ്ങളുടെ വീടല്ല, നാടല്ല, സംസ്ഥാനമല്ല, രാജ്യമല്ല, ഉപഭൂഖണ്ഡമല്ല, ഭൂഖണ്ഡവുമല്ല, ഭൂതലവുമല്ല, ആകാശമടക്കം എത്രയോ ഗോളങ്ങൾ അടങ്ങുന്നതും എല്ലാം കൂടിയിട്ടുള്ളതാണ് ഈ ജഗത്ത്. ആ ജഗത്തിൻ്റെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്ന മൂർത്തിയാണോ അത്? മനസ്സ് വികസിക്കട്ടേപ്പാ. ഭാഗവതത്തിൽ പറയുന്നത് പോലെ ഖം വായുമഗ്നിം സലിലം മഹീം ച ജ്യോതിംഷി സത്വാനി ദിശോദ്രുമാദീൻ സരിത് സമുദ്രാംശ ഹരേ ശരീരം യത് കിഞ്ചഭൂതം പ്രണമേത് അനന്യഃ. അനന്യഃ എന്ന് പറഞ്ഞാൽ എന്താ? അതല്ലാതെ ഒന്നുമില്ല എന്നുള്ള നില. ഈശ്വരനല്ലാതെ ഒന്നുമില്ല. ആ ഈശ്വരൻ സർവേടത്തുമുണ്ട്, സർവവ്യാപിയാണ്. ആ ഈശ്വരൻ അധിവസിക്കുന്നത് മൂർത്തിയിലാണോ, വിഗ്രഹത്തിലാണോ, പൂജാമുറിയിലാണോ, മൂലയിലാണോ, പടത്തിലാണോ? അല്ല. ഖം ഖം ഒന്ന് പറയുന്നപ്പാ. ആകാശത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. നവയോഗി സംവാദത്തിലുള്ളതാണത്. കവി പറയുന്നതാ. ഖം വായുമഗ്നിം. പിന്നെ പറഞ്ഞു വായു, അഗ്നി പരിമിതമായിട്ട് ജ്വലിക്കുന്നതാ. സലിലം, അതിലും പരിമിതം വെള്ളം. മഹീം ച, അതിലും പരിമിതം ഭൂമി. ഖം വായുമഗ്നിം സലിലം മഹീം ച ജ്യോതിംഷി സത്വാനി. ജ്യോതിംഷി എന്ന് പറഞ്ഞാൽ ജ്യോതിഷ പ്രകാശം,
പ്രകാശമരുളുന്ന ഗോളങ്ങൾ എത്രയെല്ലാം ഉണ്ടോ അത് മുഴുവനും, സൂര്യൻ്റെ പ്രകാശം നിറയാത്ത സ്ഥലമുണ്ടോ? സത്വാനി, ദേവലോകത്തോ പിതൃലോകത്തോ പാതാളത്തിലോ എവിടെയെല്ലാമായി എന്തെല്ലാം ഉണ്ടോ, കിന്നരന്മാർ പലതും ഉണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ. അവരെല്ലാവരും ദിശോദ്രുമാദീൻ, വൃക്ഷലതാദികളെല്ലാം, സരിത് സമുദ്രാംശ, പുഴകൾ, നദികൾ, സമുദ്രങ്ങൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഹരേ ശരീരം യത്കിഞ്ച ഭൂതം, എന്തെല്ലാം ഭൂതമായിട്ടുണ്ടോ, ഭവിച്ചതായിട്ടുണ്ടോ, നമ്മുടെ മനസ്സിനോ ബുദ്ധിക്കോ എന്തിനെങ്കിലും ഗ്രഹിക്കാൻ പറ്റാനോ പരാമർശിക്കാൻ പറ്റാനോ ആയി എന്തെല്ലാം ഉണ്ടോ, പരാമർശിക്കാനോ പറ്റുന്നതായി എന്തെല്ലാം ഉണ്ടോ, അത് മുഴുവനും ശ്രീഹരി, പരമകല്യാണ നിധിയായ ഹരിയുടെ ശരീരമാണെന്ന് വിചാരിച്ച് മനസ്സുകൊണ്ട് അങ്ങോട്ട് പ്രണമിച്ചുകൊണ്ടിരുന്നോളൂ. അപ്പം നിങ്ങൾക്ക് പ്രണമിക്കാനുള്ള സമയവും സന്ദർഭവുമേ ലോകത്തിലെല്ലായിടത്തും എല്ലാ മണിക്കൂറും മിനിറ്റും ഉണ്ടാവുള്ളൂ. നിങ്ങൾ പ്രണാമികളാണ്, പ്രണാമം ചെയ്യുന്നവരാ. ഇതാണ് ഭക്തി. അപ്പം ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി വരുന്നതിൽ ഒതുങ്ങണമെന്ന് വിചാരിക്കരുത്, അരുത്. അതുകൊണ്ട് വളരാനുള്ളതാ. വടി കുത്തിപ്പിടിച്ച് ആരെങ്കിലും ഒരേടത്ത് നിൽക്കുമോ? ആ വടി കുത്തിപ്പിടിച്ച് മൂന്നാമതൊരു കാല് പോലെയായി എത്തേണ്ടയിടത്തൊക്കെ എത്തണം. പർവ്വതമായ പർവ്വതം മുഴുവൻ കയറണം. ചളിയിലും വേണമെങ്കിൽ നടക്കണം, വിഴാതെ പോണം. സഞ്ചാരത്തിന് ശക്തി കൂടണം കൂടണം കൂടണം. എൻ്റെ ചെറുപ്പകാലത്ത് പാറളിക്കാട് എന്നൊരു ഗ്രാമത്തിലാണല്ലോ നമ്മൾ ജനിച്ചു വളർന്നത്. അപ്പോൾ ഞങ്ങൾ ചില സമയത്ത് സന്ധ്യയ്ക്കൊക്കെ ഇങ്ങോട്ട് പോയി വരിക, അങ്ങനെയുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ തട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിലുള്ള ഈ മുളയിൽ ജോലി ചെയ്യുന്ന കൂട്ടരുണ്ടല്ലോ, ഒരു പ്രത്യേക വംശക്കാരവർ. അവർ കാലത്ത് വീട്ടിൽ നിന്ന് കുറച്ച് ചോറ് ഒരു പാളപ്പൊതിയിലെടുത്തുകൊണ്ട് അങ്ങോട്ട് പോവും മച്ചാട്ട് മലയിലേക്ക്. അപ്പോൾ അവർക്ക് മുള മുറിക്കാനുള്ള സാങ്ഷനൊക്കെ ഉണ്ട്. അവിടെ പോയി പച്ച മുള മുറിക്കും. കാലത്ത് നേർത്ത പോകണം. നേർത്ത പോയാലേ നേർത്ത വരാൻ പറ്റുള്ളൂ. എന്താ ഈ നേർത്ത വരലെന്നറിയോ നിങ്ങൾക്ക്? എപ്പോഴാണ് ഈ നേർത്ത വരല്? എത്രയും വേഗം അവർക്ക് പോകണം. പോയി മലയിൽ പോയി മുളമ്പെട്ടലിൻ്റെ അടുത്ത് ചെന്ന് മുള മുറിച്ച് അതിൻ്റെ മുള്ളുകളൊക്കെ തട്ടിക്കളഞ്ഞ് കമ്പുകളൊക്കെ തട്ടിക്കളഞ്ഞ് അത് പിന്നെ എന്ത് ചെയ്യും? അത് പൊളിക്കും. മുള അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, ഭാരം കൂടുതലാണ്. ഒരു പണത്തൂക്കം ഭാരം കൂടിയാലും കൂടി കൊണ്ടുവരാൻ പറ്റില്ല. ഈ പറയുന്ന സ്ഥലം ഏതാണ്ടൊരു 10 കിലോമീറ്റർ ദൂരെയാണ്, 8 ആയിരിക്കാം. അവിടെ ചെന്ന് അവർ ആ മുളകളൊക്കെ തട്ടിപ്പൊളിച്ച് കനം കുറഞ്ഞ മുള, അതിൻ്റെ കമ്പൊക്കെ കടിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ചെറിയ ചെറിയ അലകുകളാക്കി അടക്കി വെച്ച് എല്ലാം കൂടി എത്ര വണ്ണം ഉണ്ടാവും? ഇത്ര വണ്ണേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ആ മുള കൊണ്ട് തന്നെ അതിൻ്റെ ആ തൊലി ഊരിയെടുത്തിട്ട് പിരിച്ചിട്ട് ഒരു കയറുണ്ടാക്കി കെട്ടി 1, 2, 5, 8, 10 കെട്ട് കെട്ടും. അതല്ല എന്നെ മനസ്സിൽ വല്ലാതെ തട്ടിയത് അതല്ല. ആ ഭാരം മുഴുവനും തൂക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ? ഒരു മുളവടി ഉണ്ടാക്കും. ആ മുളവടി ഏതാണ്ട് അവരുടെ കഴുത്തിനോളം, കഴുത്തല്ല തലയോളം, ഈ നെറ്റിയോളം ഉയരം ഉണ്ടാവും. ആ നെറ്റിയോളം ഉയരമുള്ള കമ്പിൽ സെൻട്രൽ ശരിക്കും നടുവിൽ അങ്ങനെ മുളയുടെ തന്നെ കയറുകൊണ്ട് മുളയുടെ തന്നെ കയറുണ്ടാക്കി അതിനെ പിരിച്ച് നടുക്കിലൊരു കെട്ടി കൂട്ടി പിരിച്ചിട്ട് ഇങ്ങനെ ഒരു കുടുക്കൂട്ടുണ്ടാവും. അപ്പോൾ അവർക്കത് തലയിലെടുത്ത് ഇങ്ങോട്ട് വരണ്ടേ? അത് വരുമ്പോഴോ ഇതിങ്ങനെ 2 ഭാഗവും ഇങ്ങനെ അനങ്ങിക്കൊണ്ട വരിക. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്റ്റഡി ആയിട്ടിരിക്കുന്ന ഒരു സാധനമല്ല. അവർ നടക്കുമ്പോൾ 2 ഭാഗവും ഇങ്ങനെ ആഞ്ഞ് ഉറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ നടത്തത്തിനനുസരിച്ചാണ് അത് ആഞ്ഞു കൊടുക്കുക. ആ ആച്ചിലുണ്ടല്ലോ അതിനനുസരിച്ച് വേണം അവർക്ക് നടക്കാൻ. ആ വഴികൾ ഉപായപ്പെട്ട വഴിയാണോ? കുണ്ടുണ്ട്, കുഴിയുണ്ട്, കല്ലുണ്ട്, വഴുക്കലുണ്ട്. ഈ ഒരു വടിയാണ് അവർക്ക് പ്രമാണം. അപ്പോൾ അവർ ആ വൈകുന്നേരം ഇറങ്ങി വരണ വരവ് ഞാൻ ചില ദിവസം കണ്ടിട്ടുണ്ടപ്പാ. അവരുടെ നടത്തം ടപ്പ് 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 എന്ന് പറഞ്ഞിട്ടാണ് നടക്കുക. അതിൻ്റെ ഇടയിൽ ഇതൊന്ന് ഒഴിവാക്കണം എന്നുണ്ടാവും. താഴത്ത് വെച്ച് ആരാ പിടിച്ചു കൊടുക്കുക? അപ്പോൾ എന്തു ചെയ്യും? ഈ വടിയിൽ ആ കുടുക്ക് കോർത്തിട്ട് അവിടെ നിൽക്കും. ആ വടിയിൽ കോർത്തിട്ട് പതുക്കെ ഒന്ന് താഴുമ്പോൾ ആ ഭാരം മുഴുവനും ആ വടിയുടെ ആ കൊളുത്തിൽ നിൽക്കും. അത് വരുന്ന സമയത്ത് ഈ മുളയൊരു ശബ്ദപ്പെടുത്തും, കരകരേ 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 എന്ന് പറഞ്ഞിട്ടാണ് വരിക. അവരുടെ നടത്തം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, കണ്ണിലുണ്ട്. എന്തൊരധ്വാനാന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ മുള കയ്യിൽ കിട്ടിയാൽ അതുകൊണ്ട് ഉഴിഞ്ഞുണ്ടാക്കി
മേ ബി ഒരാഴ്ചയ്ക്ക് വരെയുള്ള സാധനങ്ങൾ അതൊന്നും ഉണ്ടാക്കാൻ പറ്റും അവർക്ക്. അത് കൊണ്ടു കൊടുത്തിട്ട് കാശ് കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ഒരു സോപാനം പോലെയാണ് നമ്മുടെ ഭക്തി പരിശീലനങ്ങളും അഭ്യാസങ്ങളും ക്ഷേത്രങ്ങളടക്കം. കാര്യം നമ്മളവിടെ കാണുന്നത് സ്വർണം പൂശിയ കൊടിമരമാണ്, പ്രാകാരങ്ങളുള്ള ക്ഷേത്രമാണ്, അനവധി സ്വർണശേഖരം അവിടെയുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടാലും ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു സോപാനമാണെന്ന്. ആ സോപാനം എങ്ങനെ എന്നുള്ളതിന് ദൃഷ്ടാന്തമാണ് ഈ വടി കുത്തിപ്പിടിക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, ഈ മുളയിലും എല്ലാം ജോലി ചെയ്യുന്നവർ, മുറമൊക്കെ നെയ്യുന്നവരുണ്ടല്ലോ, അവർ നെയ്യുന്നവർ ഈ ഒരൊറ്റ വടി കുത്തിപ്പിടിച്ചിട്ടാണ് ഈ മച്ചാട്ട് മലയിൽ നിന്ന് ഇക്കണ്ട ഭാരം മുഴുവനും എടുത്തു വരണത്. അതിൽ എത്ര തവണ ആ ഒരൊറ്റ വടിയിൽ അതിൻ്റെ ആ കുളത്ത് ആ കമ്പിൻ്റെ അവിടെ ഇവരുടെ തലയിലുള്ള ഭാരം മുഴുവനും എടുത്ത് അങ്ങനെ തൂക്കി അവർ നിർത്തും. തൻ്റെ ശരീരം മുഴുവൻ എടുക്കുന്ന ഭാരം വണ്ണം കുറഞ്ഞ ഒരു 3 ഇഞ്ചോ 2.5 ഇഞ്ചോ വണ്ണത്തിലുള്ള ഒരു മുളയാണ് ആ ഭാരം മുഴുവൻ എടുത്ത് നിർത്തുന്നത്. ആ വടി ഇങ്ങനെ പിടിച്ചിട്ട് നടക്കാനേ പറ്റുള്ളൂ, ചെറിയതായി നടക്കാൻ പറ്റില്ല. അങ്ങനെ കുത്തി കുത്തി അവരുടെ സ്റ്റെപ്പിന് നീളം കൂടി പേസൊക്കെ കൂടി പടാ 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 എന്ന് പറഞ്ഞിട്ടാണ് അവർ വരിക. കാലത്ത് പോയി വൈകുന്നേരം എത്ര നേരത്തെ പോയോ, എന്നാലും അവർ വരുമ്പോൾ 6:30 മണി 7 മണി 7:15 മണി കഷ്ടിച്ച് അങ്ങനെ കാണാമെന്നുള്ള നിലയ്ക്ക് മടങ്ങി വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് ഈ വടി ഉണ്ടാക്കി കുത്തിപ്പോണത്. കാര്യം വടി എന്ന് പറഞ്ഞിട്ട് കയ്യിൽ വെച്ച് നടക്കാനല്ല. അതേപോലെ ഈ സോപാനമായിട്ടുള്ള ഭക്തിയഭ്യാസങ്ങൾ മുഴുവനും ഒരു വടി കുത്തിപ്പിടിച്ച് മലയിൽ പോയി മുള കൊണ്ടുവന്നു എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എന്തെല്ലാം വേണോ അത് മുഴുവൻ ചെയ്യാൻ ഉപയോഗിക്കണം. അല്ലാണ്ട് അവനവൻ്റെ കാലം കഴിയുന്നത് വരെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പോന്നു എന്നുള്ള നില പോരാ. ഭഗവാനെ നമ്മൾ ഭഗവാനായി തന്നെ കാണണം. ആ കാണുന്നതിനെയാണ് വിവരിക്കുന്നത്. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. ഇതിന് മുൻപിൽ പറഞ്ഞ ശ്ലോകം എന്താ? യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേ ന പ്രണശ്യതി എന്നാണ് മുമ്പ് പറഞ്ഞത്. സർവഭൂതസ്ഥം ആത്മാനം സർവഭൂതാനി ചാത്മനി എന്നും പറഞ്ഞു. ആത്മാവിനെ ആധാരമാക്കി സർവവ്യാപകത്വം വർണ്ണിച്ചു. ഈശ്വരനെ ആധാരമാക്കി എല്ലായിടത്തിലും ഉണ്ടെന്ന് വിവരിച്ചു. എന്നിട്ട് പറയാണ്, ഈ പറയുന്നത് എന്തിനാ? സർവഭൂതസ്ഥിതം യോ മാം. ആരാണോ എന്നെ, ഈശ്വരനെ, ഭഗവാനെ, അവനവൻ്റെ ഗുരുവിനെ തന്നെ സർവഭൂതസ്ഥിതം, എല്ലാ ഭൂതങ്ങളിലും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നവനായി സർവവ്യാപിയായി കാണുന്നത്. അപ്പം നമ്മുടെ ഗുരുവാകട്ടെ, ഭഗവാനാകട്ടെ, ഈശ്വരനാകട്ടെ, ആത്മാവാകട്ടെ എല്ലാ ദിക്കിലും ഒരുപോലെ വിരാജിക്കുന്നു, കുടികൊള്ളുന്നു എന്ന് മനസ്സിലാവുമ്പോൾ ആ അറിവിൽ നിന്ന് മാത്രമേ ഭജതി ഏകത്വമാസ്ഥിത ആണ്. അവിടുന്ന് അങ്ങോട്ടുള്ള ഭജനയാണ് ഏകത്വ ഭജന. ഏകത്വമാസ്ഥിത എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണ്. നമ്മുടെ ഭക്തി മുഴുവനും നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് ഈ സോപാനത്തിലൂടെ കയറി ആ തലത്തിലേക്ക് എത്തണം, ഏകതലത്തിലേക്ക്, ഏകത്വ തലത്തിലേക്ക്. അപ്പം ഏകത്വം ആസ്ഥിത. നമ്മൾക്ക് ഭക്തി കൊണ്ട് കൈവരാനുള്ളത് ഏകത്വമാണ്. എന്താ ഈ ഏകത്വം? ഞാൻ ആരാധിക്കുന്ന ഈശ്വരൻ എല്ലാ ദിക്കിലും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നു, ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നു, ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നു. പിന്നെ ആ ആൾക്കൊരു പൂജാമുറി വേണ്ട. വീട്ടിൽ നിന്ന് പൂജാമുറി നിഷ്കാസനം ചെയ്യണം എന്നല്ല പറയണത്. അതവിടെ ഇരുന്നോട്ടെ, ബാക്കിയുള്ളവർക്ക് വേണമല്ലോ, കുട്ടികൾക്കൊക്കെ വേണം, പേരക്കിടാങ്ങൾക്ക് വേണം, അതവിടെ ഇരുന്നോട്ടെ. നിങ്ങൾക്ക് പഴയ പൂജയും പഴയ സമ്പ്രദായവും ഒന്നും പിന്നെ ആവശ്യമില്ല. അതിന് നൈവേദ്യം ഉണ്ടാക്കുക, വെള്ളം ചേർത്ത്, അങ്ങനെയുള്ളതൊന്നും അവിടെ ആവശ്യമില്ല. ആ മനസ്സങ്ങോട്ട് വളർന്നു കഴിഞ്ഞു. വളർന്നിട്ട് എല്ലാ ഭൂതത്തിലും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നു ഈശ്വരൻ എന്നുള്ളൊരു ബോധം വന്ന് ഭജത്യേകത്വമാസ്ഥിത. ആ ഏകത്വത്തിൽ മനസ്സും ബുദ്ധിയും ഉറച്ചു നിൽക്കുന്നതാണ് ഭജനയുടെ സ്വരൂപം. അപ്പോൾ ഭജനയെ ഇൻ ടേംസ് ഓഫ് മൈൻഡ് ആൻഡ് ഇൻ്റലിജൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ എന്തുവരും? മനസ്സിനെയും ബുദ്ധിയെയും ആധാരമാക്കി ഭക്തിയെ അല്ലെങ്കിൽ ഭജനയെ നാം വിവരിക്കുന്ന പക്ഷം എന്താകും? എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്നു എൻ്റെ ഈശ്വരൻ എന്നുള്ള ഏകത്വ ബുദ്ധിയിലൂടെയാണ് ഭജിക്കുന്നത്. ആ മനുഷ്യൻ സർവഥാ വർത്തമാനോപി. ആ മനുഷ്യൻ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രവൃത്തികൾ വേണമെങ്കിലും ചെയ്തോട്ടെ ചെയ്തോട്ടെ ചെയ്തോട്ടെ.
അയാൾക്ക് എണീക്കണം, ബാത്റൂമിൽ പോകണം, പല്ല് തേക്കണം, കുളിക്കണം, കാപ്പി കുടിക്കണം, പ്രാതൽ കഴിക്കണം, ന്യൂസ് പേപ്പർ വായിക്കണം, പലരെയും കാണേണ്ടി വരും, ഉദ്യോഗസ്ഥാനങ്ങളിലേക്ക് ചെല്ലേണ്ടി വരും, യാത്ര ചെയ്യേണ്ടി വരും, അവരവരുടെ കാറിലോ അല്ല പൊതു ട്രാൻസ്പോർട്ടിലോ. അവിടെ പോയി ജോലി ചെയ്ത് മടങ്ങി വരേണ്ടി വരും. വരുന്ന വഴിക്ക് മാർക്കറ്റിൽ പോയി ചില സാധനങ്ങൾ മേടിക്കേണ്ടി വരും. കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കണം, അവരുടെ കൂടെ പോകണം. സമാജത്തിൽ പല ചുമതലകളും ഉണ്ടാവും, അവസരങ്ങളുണ്ടാവും. എന്തെല്ലാം വേണമോ, ഡൊമസ്റ്റിക്, സോഷ്യൽ, പ്രൊഫഷണൽ, 3 സെഗ്മെൻ്റാണ് മനുഷ്യന്. അവനവൻ്റെ വീട്ടിലുള്ള ബന്ധങ്ങളും പ്രവൃത്തികളും, ഉദ്യോഗസ്ഥലത്തുള്ള ബന്ധങ്ങളും പ്രവൃത്തികളും, സമാജത്തിനോടുള്ള കടപ്പാടും കൂറും അതോടനുബന്ധിച്ച പ്രവർത്തനങ്ങളും. ഇങ്ങനെ റെസിഡൻഷ്യൽ, ഡൊമസ്റ്റിക്, പ്രൊഫഷണൽ, ദെൻ സൊസൈറ്റൽ, ഈ 3 സെഗ്മെൻറ്റിലുമുള്ള ബന്ധങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നിർവഹിക്കട്ടെ. ഈ അധ്യാത്മത്വം എന്ന് പറയുന്നത്, അധ്യാത്മം ഒരു മനുഷ്യൻ്റെ കണ്ണ് കെട്ടുന്നതല്ല, അയാളെ ഒറ്റ വഴിക്ക് നടത്തുന്നതല്ല. എല്ലായിടത്തിലും തൻ്റെ സാന്നിധ്യം മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഒരു വിശേഷപ്പെട്ട അറിവും അനുഭവമാണത്. സർവഥാ വർത്തമാനോപി, ആ ആളോട് പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല, ശാസ്ത്രങ്ങൾക്കും ഒന്നും പറയാനില്ല. ആ മനുഷ്യൻ ജീവിത ലക്ഷ്യം, ജീവിത സാക്ഷാത്കാരം കൈവരിച്ചവനാണ്. അയാൾ എങ്ങനെ വേണമെങ്കിലും അങ്ങനെ ജീവിച്ചോട്ടെ. അയാളെ പറ്റി ഒരു വാക്ക് പിന്നെ മിണ്ടരുത്, മിണ്ടാനുമില്ല അവിടെ ആർക്കും. ഭഗവാൻ പോലും പറയില്ല. ഭഗവാൻ എന്താ ചെയ്യുക? അങ്ങനത്തെ ആൾക്കാരുടെ പ്രവൃത്തികൾ സുഗമമാക്കാൻ വേണ്ടി എന്തെല്ലാം വേണമോ അതെല്ലാം ഒത്തുകൂടാൻ വേണ്ടി ഈശ്വരൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കും. ഭക്തജനങ്ങളെയും സദ്ബുദ്ധികളെയും എല്ലാം അദ്ദേഹത്തോടു കൂടി ബന്ധപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് പണമാണെങ്കിൽ പണം, സൗകര്യങ്ങളാണെങ്കിൽ സൗകര്യം, സ്വാധീനങ്ങളാണെങ്കിൽ സ്വാധീനം, എന്തെല്ലാം നൽകി സഹായിക്കാൻ പറ്റുമോ സഹായിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് കൂടുതൽ കൂടുതൽ ശ്രേഷ്ഠമായ, ഉത്തുംഗമായ, വ്യാപകമായ, ശാശ്വതാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിക്കാനുള്ള വളം കൂറൊക്കെ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും പ്രകൃതിയും യാദൃശ്ചികതയും. സർവഥാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. എത്ര വിശേഷപ്പെട്ട ഒരു പ്രസ്താവനയാണ് കൂട്ടരെ, നിങ്ങളിതൊന്ന് മനസ്സിലാക്കൂ. ആ മനുഷ്യനോട് പിന്നെ നിങ്ങൾ വിചാരിക്കരുത് എപ്പോൾ നോക്കിയാലും കാലത്തെണീറ്റ് എപ്പോൾ നോക്കിയാലും ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കും, ഗീത വായിച്ചുകൊണ്ടിരിക്കും, മുക്തി സുധാകരത്തിൽ സംസാരിക്കുന്നത് പോലെ സംസാരിക്കും. ഞങ്ങളുടെ ആശ്രമത്തിൽ അന്നപൂർണി എന്ന് പറഞ്ഞ ഒരാൾ നല്ല ശ്രീമദ് ഭാഗവത ഭക്തയാണ്, ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് ഞങ്ങൾക്ക് വലിയ പരിചയമൊന്നുമില്ല. ഇവിടെ വന്നിരിക്കുക. എത്ര ദിവസം താമസിക്കും? 1 മാസം താമസിക്കും എന്ന് പറഞ്ഞു. ഓ ശരി, അപ്പോൾ ഞാൻ 1 മാസം താമസിക്കുമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്താ തിരക്ക്? ഒന്നര വാടെന്ന് പറഞ്ഞ മാതിരി 2-3 ദിവസം കൂടുമ്പോൾ മുക്തി സുധാകരത്തിന് സംസാരിക്കണം. സംസാരിക്കുന്ന ദിവസം മുഴുവനും മുക്തി സുധാകരത്തിന് തീരെഴുതിയിരിക്കുക. അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാനൊരു സമയവും കിട്ടണമല്ലോ തലേ ദിവസം. അപ്പോൾ സമയം കിട്ടാറില്ല. ചിലപ്പോൾ രാത്രി 10 മണിക്കൊക്കെയാണ് ഇതിനെപ്പറ്റി ആലോചിക്കാൻ പുറപ്പെടുക. അപ്പോൾ കുറേ ശ്ലോകങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരണത് എല്ലാ സമയത്തും ഓർമ്മ വരില്ല. വരുമ്പോൾ അത് കുറിച്ച് വെക്കണം. അത് കുറിക്കുമ്പോൾ ചിലപ്പോൾ രാത്രി 11-12 ആവും. അത് വെറുതെ കുറിക്കുകയല്ല. ഇപ്പം ഞാൻ കമ്പ്യൂട്ടർ പ്രിൻ്റ് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്, വലിയ അക്ഷരത്തിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് എഴുതിയുണ്ടാക്കണം, മനസ്സിൽ നിന്നാണ് പകർത്തേണ്ടത്. ചിലപ്പോൾ റെഫറൻസ് നോക്കേണ്ടി വരും. അതൊക്കെ തയ്യാറാക്കണം. ഇതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ സംസാരിക്കാൻ വരുമ്പോഴേക്കും ഒരിത്തിരി ക്ഷീണമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എപ്പോൾ നോക്കിയാലും കണ്ണ് മൂടി പോവുക. ഒരു 9:30 മണിയാകുമ്പോഴേക്കും മൂടാൻ തുടങ്ങും കാലത്ത്. എനിക്ക് നാണാവണു ഈ കണ്ണ് മൂടി പോകണമെന്ന്. ഡോക്ടർമാർ പറയണത് എന്താ? സ്വാമിജി 2 മണിക്കൂർ കൂടുമ്പോൾ വിശ്രമിക്കണം, ഇത്ര നാളത്തെ പോലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, ശരീരത്തിന് പ്രായം കൂടി വരണു എന്ന് അവരുടെ ഏർപ്പാട്. പക്ഷെ എനിക്കാണെങ്കിൽ ഒരു ദിവസം എത്ര നേരം റെസ്റ്റ് ചെയ്യുമപ്പാ? അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ സംസാരിക്കാം. മാജിയോട് പറഞ്ഞു ഞാൻ സംസാരിക്കാം, അപ്പോൾ ഇന്ന് തിരക്കുണ്ട്, അത് കഴിയട്ടെ. അതിൻ്റെ ഇടയിൽ ചിലർക്ക് ദീക്ഷ മേടിക്കണം, അതും വന്നിട്ടുണ്ട്. കാലത്തെണീറ്റ ആദ്യത്തെ പ്രയോറിറ്റി അതിനാണ്. 7 മണിക്ക് മുമ്പ് ദീക്ഷയ്ക്കുള്ള മുറിയിലെ സൗണ്ട് പ്രൂഫ് റൂമിൽ ചെന്ന് എയർ കണ്ടീഷനൊക്കെ ആയിട്ട് അവിടെ കൂടണം. അടുത്ത് വാഹനങ്ങൾ ഓടുന്ന ശബ്ദം കേൾക്കരുത്, അതൊക്കെ ചെയ്യണം. അപ്പോൾ സംസാരിക്കാൻ പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ സംസാരിച്ച് ഭാഗവതം വായിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വായിച്ച് കേൾക്കണം എന്ന് പറഞ്ഞു. അവർ വായിച്ചു. ഭേഷായി വായിക്കുന്നുണ്ട്. അക്ഷരശുദ്ധിയുണ്ട്, സ്വരവും നന്ന്, ശബ്ദവും നന്ന്, എല്ലാം നന്ന്. എനിക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ അവരിങ്ങനെ വായിക്കണത് കേൾക്കണം എന്നുണ്ട് എനിക്ക്.
അപ്പോൾ ഒരു ദിവസം വായിപ്പിച്ചു. എന്നാൽ അതിന് തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. അവർ മിനിഞ്ഞാന്നോ മറ്റും ചോദിച്ചപ്പോൾ പറയുകയാണ്, ഞാനേ ഇവിടെ ഒരു ക്ലാസ് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചാൽ എപ്പോൾ നോക്കിയാലും, എന്നിട്ട് എന്ത് ടെക്സ്റ്റ് കൊണ്ടുവരണം എന്നൊക്കെ ഒന്ന് ആലോചിച്ച് എന്നോട് ശരിക്കൊന്നും മറുപടി പറഞ്ഞില്ല. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ, മാജിയോ ആരെങ്കിലും ഒരാൾ കാലത്തൊരു മണിക്കൂർ സംസാരിക്കും, വൈകുന്നേരം സ്വാമിജി സംസാരിക്കും, ബാക്കിയുള്ള സമയമൊക്കെ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ 1 മാസത്തേക്ക് വന്നിട്ടുണ്ടാവില്ല, 10 ദിവസത്തേക്കേ വന്നിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ കൊണ്ടുവത്. എന്താ പനി ചെയ്യുക? അവർ പറയുന്നത് ഒരു വാസ്തവമാണല്ലോ, പക്ഷേ ആ വാസ്തവമല്ല ഭക്തിമാർഗത്തിലൊരു ഭാഗവതൻ്റെ മനസ്സിലുണ്ടാവേണ്ടത്. അപ്പം അത് പറഞ്ഞു കൊടുക്കും വേണമല്ലോ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു, മിനിഞ്ഞാന്ന് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോവാന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ വസുദേവൻ നാരദൻ്റെ അടുത്ത് സംസാരിച്ച ഭാഗം അങ്ങോട്ട് പറഞ്ഞു, വെറുതെ പരാമർശിച്ച് പറഞ്ഞതാ. അപ്പോൾ വസുദേവൻ എന്താ പറയണത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വസുദേവൻ എന്താ പറഞ്ഞത്? നാരദ മഹർഷിക്ക് ഇടയ്ക്കിടയ്ക്ക് ദ്വാരകയ്ക്ക് പോയി വരുന്നത് ഇഷ്ടമാണ്. എന്താ കാരണം? കൃഷ്ണദർശനലാലസഹ. കേൾക്കണുണ്ടോ നിങ്ങൾ? ഇതൊക്കെ ഞാൻ ഭാഗവതത്തിൽ പറഞ്ഞതാണ്. കൃഷ്ണദർശനലാലസഹ, കൃഷ്ണനെ കാണാൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അതിൽ ലാലസനാണ് അദ്ദേഹം. എന്നാൽ കൃഷ്ണനോട് എപ്പോഴും കൂടിക്കഴിഞ്ഞ് അങ്ങനെ കഴിയാൻ പറ്റുമോ? പറ്റില്ല. കൃഷ്ണന് 1008 കൂട്ടം കാര്യങ്ങളുണ്ടല്ലോ. സർവഥാവർത്തമാനോപി എന്ന് വെറുതെ പറഞ്ഞിരിക്കുന്നത്. കാലത്തെണീറ്റാൽ പല പ്രകാരത്തിലുള്ള കോളിങ്സാണ്, പലതും അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരും. അതിനിടയിൽ കുളിക്കണം, കുട്ടികളുടെ കൂടെ കഴിഞ്ഞുകൂടണം, ഇടയ്ക്കിടയ്ക്ക് ചൂതുകളിയുണ്ട്, രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യണം, ആരാ എപ്പോഴാ എവിടേക്കാ വിളിക്കുക എന്നറിയില്ല, ആരോട് കൂടിയിട്ടാണ് യുദ്ധം ചെയ്യേണ്ടി വരണേന്നറിയില്ല, അവിടെ ദുഷ്ടന്മാരുണ്ട്, ആക്രമണമുണ്ട്, ഇവിടെ ഭക്തന്മാരുണ്ട്, ഇങ്ങനെ പലതും രാജകാര്യങ്ങൾ ആലോചിക്കണം. കുളത്തിൽ പോകണം, ഇടയ്ക്കൊന്ന് നീന്തണം, പലതരത്തിലാണ്. വീട്ടിലോ സഹപത്നികളോ ധാരാളം പേരുണ്ട്, ധർമ്മപത്നികളെ, എല്ലാവരുടെ അടുത്തും കുറച്ച് സമയം ചെലവ് ചെയ്യണ്ടേ? ഉപായപ്പെട്ട ജീവിതമാണ് കൃഷ്ണൻ്റെ. അപ്പം നാരദ മഹർഷിക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിലും വല്ലപ്പോഴൊക്കെ ഇത്തിരി സമയമേ കിട്ടുള്ളൂ. എന്നാലും അദ്ദേഹം അവിടെ പോവും. അപ്പം ബാക്കിയുള്ള സമയം എന്ത് ചെയ്യും? ദ്വാരകയിൽ ഒരു റോന്തൊക്കെ ചുറ്റും. അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വസുദേവനും നടക്കാൻ പോയ സമയമാണ്. അപ്പോൾ നാരദ മഹർഷിയെ കണ്ടപ്പോൾ നമസ്കരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഇരിക്കാനൊരു ഗൃഹം ഉണ്ടല്ലോ, ആ പാലസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മഹർഷിയെ, എനിക്ക് അങ്ങയോടൊരു ആവലാതി പറയാനുണ്ട്. എന്താണ് ആവലാതി? ഞാനൊരു വിഷ്ണുഭക്തനാണ്. ആരാ പറയണത്? വസുദേവൻ. ഞാനൊരു വിഷ്ണുഭക്തനാണ്. മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി എല്ലാം തന്ന് അനുഗ്രഹിക്കാൻ തയ്യാറായി ചതുർഭുജധാരിയായ മഹാവിഷ്ണു എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അങ്ങോട്ട് വന്നു. എന്ത് നിറവും എന്ത് മഹിമയാ! സ്വർണപ്രഭയാ. 4 കൈയുണ്ട്, താമരപ്പൂവുണ്ട്, ശംഖുണ്ട്, ചക്രമുണ്ട്, ഗദയുണ്ട്, പിന്നെ വല്ലതും വേണോ? അവിടെ നിന്നിട്ട് പറയാണ്, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, മോക്ഷവും തരാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ബുദ്ധിയിൽ തോന്നിപ്പോയി, മഹർഷിയെ, മോക്ഷം വേണമെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. എന്താ തോന്നിയത്? എനിക്ക് അങ്ങ് പുത്രനായി ജനിക്കണമെന്ന്. എന്ത് പിഴവാണാവോ അത്? എനിക്ക് ഭഗവാൻ പുത്രനായിട്ട് ജനിക്കണമെന്ന്. ഒരു ഈശ്വരനോട് പറയുന്ന വാക്കാണ്, അങ്ങ് എനിക്ക് മകനായിട്ട് ജനിക്കണമെന്ന്. ഈശ്വരൻ മകനായിട്ട് ജനിച്ചാൽ ആ അച്ഛൻ്റെ വലിപ്പവും മഹിമയും എത്രയുണ്ടാവണം? ഈശ്വരനാണ് മകനായിട്ട് ജനിക്കണത്. അപ്പം ആ മകനായിട്ട് ജനിക്കണമെങ്കിൽ അച്ഛൻ എത്ര മടങ്ങ് ഈശ്വരനാവണം? ആ കുട്ടിക്ക് വേണ്ടതുപോലെ എല്ലാ വിധത്തിലുള്ള വളർച്ചയും ദീക്ഷയും ഒക്കെ കൊടുത്ത് പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവരണം. ഈശ്വരനാണ് പുത്രനായിട്ട് ജനിക്കുന്നത്. ഒരു മനുഷ്യ ശിശുവിനെ തന്നെ നിങ്ങൾക്ക് വേണ്ടതുപോലെ വളർത്താൻ സാധിക്കുന്നുണ്ടോ? എത്ര പേർക്ക് അവകാശപ്പെടാൻ വളർത്തിയെന്ന്? ആ കുട്ടിക്ക് വേണ്ട ഇൻപുട്സ് മുഴുവനും, ഉൾച്ചേരുവ മുഴുവനും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണ്ടേ? അത് എളുപ്പമാണോ? പക്ഷേ വസുദേവൻ പറഞ്ഞു കളഞ്ഞു. എനിക്ക് തോന്നുന്നു മഹാവിഷ്ണു ആരും പടം പിടിച്ച് വെച്ചിട്ടില്ല, പക്ഷേ എൻ്റെ കണ്ണിൽ കാണുന്നത് മഹാവിഷ്ണു ഉള്ളുകൊണ്ടൊന്ന് ചിരിച്ചു. ഭക്തൻ്റെ മനസ്സ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ മുഷിപ്പിക്കരുതല്ലോ. ഉള്ളുകൊണ്ടൊന്ന് ചിരിച്ചു. ഓ, ഞാൻ മകനായിട്ട് ജനിക്കണം എന്നാണ് ഈ ഭക്തൻ പറയണത്. ശരിയെന്നും പറഞ്ഞ് മഹാവിഷ്ണു പോയി. എന്നിട്ട് ജനിച്ചതാണ് കൃഷ്ണജന്മം. ഞാൻ പലപ്പോഴും വിചാരിക്കും, ഈ മഹാവിഷ്ണുവിന് ആദ്യത്തെ കുട്ടിയായിട്ട് ജനിക്കാൻ എന്തായിരുന്നു വിരോധം?
എന്തിനാ ഈ 8ാമത്തെ കുട്ടിയായിട്ട് ജനിച്ചേ? പോട്ടെ, എന്നാൽ 7 കുട്ടികളും നന്നായി, 8ാമൻ മിടുമിടുക്കനായി, അങ്ങനെയാണോ? അല്ല. ആ 7 കുട്ടികളുടെയും ജന്മം ഒരൊറ്റെണ്ണത്തിന് വളർത്താൻ പറ്റിയില്ല. അപ്പോൾ ഈശ്വരൻ മകനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞാൽ ആ ഈശ്വരനെ പുത്രനായി കിട്ടി വളർത്താനോ ജനിക്കാനോ ഉള്ള ഒരു ഭാഗ്യം ഉപായപ്പെട്ടവർക്ക് ഉണ്ടാവുമോ? ആ വയറ്റിനും ഉണ്ടാവില്ല, ആ മാറിനും ഹൃദയത്തിനും ഉണ്ടാവില്ല. അപ്പം ദേവകിയുടെ മനസ്സിനെയും വസുദേവൻ്റെ മനസ്സിനെയും ഭഗവത് പുത്ര ജന്മം സ്വീകരിക്കാൻ പറ്റിയ തരത്തിൽ പവിത്രതയും തപസ്സും യോഗ്യതയുമെല്ലാം ഉണ്ടാവണമെങ്കിൽ അവർക്ക് വളരെയധികം യാതനയും ഒക്കെ വേണ്ടിവരും എന്ന് വിചാരിച്ചാണ് 7 കുട്ടികളും ജനിച്ചതടക്കം 6 കുട്ടികളെ കൊണ്ട് അമ്മാമൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കേണ്ടി വന്നു. അമ്മാമനോ കരിങ്കല്ലിൽ നാളികേരം ഉടയ്ക്കണമാതിരി ഉടയ്ക്കുക ചെയ്ത ഓരോന്നിനും. ഇത് കൊണ്ടുകൊടുത്തത് വസുദേവന. അദ്ദേഹത്തിന് അതിലുള്ള മഹത്വം ഉണ്ടായിരുന്നു, പറഞ്ഞ വാക്ക് പരിപാലിക്കാൻ. ദേവകിയും വളരെ ഉഷ്ണിച്ചാലും കഷ്ടപ്പെട്ടാലും കൊടക്കം ചെയ്തു, അരുതെന്ന് പറഞ്ഞ് തടുത്തില്ല. അവിടെയാണ് അവരുടെ യോഗ്യത ഉണ്ടാവുന്നത്. ഞാൻ എപ്പോഴും പറയും, ഇന്നും അതേമാതിരി തപസ് കഴിഞ്ഞ ഒരു ജന്മമുണ്ടായ ഒരു കുട്ടിയുണ്ടെങ്കിൽ അത് കൃഷ്ണനെ പോലെ ആവും, അല്ലെങ്കിൽ അതിശയിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞതെന്താ? അങ്ങെനിക്ക് പുത്രനായിട്ട് ജനിക്കണമെന്ന്. പുത്രനായി ജനിക്കുന്നതിന് മുമ്പ് 2 പേരും കാരാഗ്രഹത്തിലാണ്, കാല് ചെയിനിലിട്ടിരിക്കുന്നു. അവസാനം ഭഗവാൻ ജനിച്ചു, ഒക്കെ അഴിഞ്ഞു. എന്നിട്ട് പറയണത് എന്താ? ചെറിയ കുട്ടി പറയുക, അതെ, ഉടനെ എന്നെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകണം. ബാക്കിയുള്ളത് പറഞ്ഞില്ല, സെമിക്കോളിനിട്ടേ ഉള്ളൂ. എന്താ അത്? എന്നോട് ആവശ്യപ്പെട്ടത് എന്താ? മകനായിട്ട് ജനിക്കണം എന്നല്ലേ? ജനിച്ചു, വളർത്തണം എന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ഭഗവാനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിച്ചോളൂ. ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ കുടുങ്ങി. ഭഗവാനോട് ഇന്നത് വേണമെന്ന് മാത്രം പറയരുത്. ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവാനേക്കാൾ ബുദ്ധി കൂടിയെന്ന് അർത്ഥമാണ്. ആ ബുദ്ധി വെച്ചുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞോളൂ. അപ്പം നിങ്ങളുടെ ബുദ്ധി കൊണ്ടല്ലേ സംസാരിച്ചേ? മകൻ ജനിക്കണം, എനിക്ക് അങ്ങ് മകനായിട്ട് ജനിക്കണം. ജനിച്ചു, ഞാൻ ഒരു മുഷിപ്പുമില്ലാതെ ജനിച്ചു. പക്ഷെ എന്നെ വളർത്താൻ കിട്ടില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കില്ല. കൊണ്ടുപോയിക്കോളൂ അമ്പാടിക്ക്. അവിടുത്തെ പെൺകുട്ടിയെ കൊണ്ടുവന്നോളൂ. ആ പെൺകുട്ടിയെ കൊല്ലട്ടെ കംസൻ. ഇന്നിപ്പോൾ എന്തായി? ആ കൃഷ്ണൻ മോക്ഷദാതാവായി സർവ്വ ആൾക്കാർക്കും മോക്ഷവും നിത്യാനന്ദവും വിതരണം ചെയ്തിരിക്കുക. വളരെ വയസ്സായി, ദ്വാരകയിലാണ് താമസം. എൻ്റെ മകനായതുകൊണ്ട് കൃഷ്ണൻ്റെ മുൻപിൽ ചമ്രം പടിഞ്ഞിരുന്ന് എനിക്ക് മോക്ഷം പറഞ്ഞു തരൂ എന്ന് പറയാൻ എനിക്ക് സാധിക്കണില്ല. എൻ്റെ ആ പിതൃപാശമുണ്ടല്ലോ, ആ പിതൃബുദ്ധി, ആ മകൻ്റെ മുൻപിലിരുന്ന് ദേവഹൂതി കപിലിനോടെങ്കിലും സംസാരിച്ചു. എനിക്ക് ആ പുരുഷബുദ്ധി, പിതൃബുദ്ധി എന്നെ സമ്മതിക്കണില്ല. അതുകൊണ്ട് ഞാൻ വലിയ ഇട്ടാപ്പില്ല, ചതിച്ചിരിക്കുക എന്നെ ഞാൻ തന്നെ. അപ്പം ഞാൻ വല്ലാതെ കഷ്ടപ്പെടുന്നു. ഈ കഷ്ടപ്പാടൊക്കെ തീർത്ത് എനിക്ക് ഇതേവരെ സാധിക്കാത്തതായ ഒരു നേട്ടം അങ്ങ് ഉണ്ടാക്കി തരണം. ഞാൻ മഹാവിഷ്ണുവിനോട് എന്ത് ചോദിക്കാൻ വിട്ടുപോയോ ആ ചോദ്യം അങ്ങയോടാ പറയണത് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചു. അപ്പോഴാണ് നാരദ മഹർഷിയുടെ മനസ്സിൽ പൂർവ്വ സംവാദം ഓർമ്മ വന്നത്. നിമിചക്രവർത്തിയും നവയോഗികളും തമ്മിൽ നടന്ന ഒരു സംഭവമുണ്ട്. അത് പെട്ടെന്ന് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഓർമ്മ വന്നു. അത് പേർത്തെടുത്ത് അങ്ങയ്ക്ക് പറഞ്ഞു തരാം. എന്താണ് ഇവിടെ ചോദ്യം? നിമിചക്രവർത്തി ചോദിക്കുകയാണ്. വലിയ ഒരു യാഗം നടത്തുന്നത് ആ സന്ദർഭം. വലിയ ഒരു യാഗം, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വൈദിക കർമ്മമില്ല. ആ യാഗം നടത്തുന്ന സമയത്താണ് നവയോഗികൾ മുൻകൂർ ഒന്നും പറയാതെ പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നത്. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത് കണ്ടറിയണം. നിങ്ങളിപ്പോൾ ഒരു വലിയ പൂജയോ പുരസ്കാരമോ ഒക്കെ നടത്തുന്ന സമയത്ത് ആരെങ്കിലും ഒരു മഹാത്മാവ് കയറി വന്നാൽ നിങ്ങൾ കേൾക്കുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ അവിടെ ചെയറുണ്ട്, ഇരിക്കാൻ പറയുമെന്നേ പറയൂ. നിമിചക്രവർത്തി അങ്ങനെയൊന്നും ചെയ്തില്ല. യാഗം നിർത്തി. വന്നവരെ കണ്ടപ്പോൾ മനസ്സിലായി ഇവർ ഉപായപ്പെട്ടവരല്ലാന്ന്. അവരെ സ്വാഗതം ചെയ്ത് ഇരുത്തി കാലൊക്കെ കഴുകി അവർക്ക് അല്പം ദാഹത്തിനുള്ളതൊക്കെ കൊടുത്തതിന് ശേഷം യാഗം അതിൻ്റെ പാട്ടിലവിടെ ഇരിക്കുന്നു. അവിടെ ചെന്ന് ചമ്രം പടിഞ്ഞിരുന്നു. ഋത്വിക്കുകളെല്ലാം അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്നിരുന്നു. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയാണ്. എനിക്ക് ഭാഗവത ധർമ്മങ്ങൾ പറഞ്ഞു തരും. കാര്യം ഞാൻ രാജാവാണ്, ചക്രവർത്തിയാണ്, യാഗം നടത്തുന്നുണ്ടെങ്കിലും ഈ യാഗത്തിനൊക്കെ വളരെ പരിമിതമായ ഫലമേ സ്വാധീനമേ ഉള്ളൂ. മനുഷ്യൻ നന്നാവണമെങ്കിൽ വൈകുണ്ഠപ്രിയന്മാരെ കാണണം, അവർ പറയണത് കേൾക്കണം എന്ന്. വൈകുണ്ഠപ്രിയ ദർശനം
കേൾക്കുന്നുണ്ടോ അപ്പാ നിങ്ങൾ? വൈകുണ്ഠപ്രിയ ദർശനം. മഹായോഗികളായിരിക്കുന്ന താങ്കളെപ്പോലെയുള്ളവരെ കാണുന്നതാണ് ഏറ്റവും വിശേഷം. ഈ യാഗം ഞാനായി ഒരുക്കുകൂട്ടി ഋത്വിക്കുകളെ വിളിച്ച് കുറേ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് വലിയ ആർഭാടത്തോടു കൂടി ഞാൻ നടത്തുന്നതാണ്. എനിക്ക് വേണ്ടതുപോലെ ഇവിടെ പറഞ്ഞു തരാൻ ഒരാളുമില്ല. മറിച്ചോ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് പരമാത്മാവിനെ സാക്ഷാത്കരിച്ച് ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി എല്ലായിടത്തും ഇടതടവില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, എന്താ പറഞ്ഞു തരേണ്ടത്? ഭാഗവത ധർമ്മങ്ങൾ പറഞ്ഞു തരണം. ആ ധർമ്മങ്ങൾ എങ്ങനത്തെ? ആ ധർമ്മം ഭഗവാനെ സന്തോഷിപ്പിച്ച് ഭഗവാൻ സ്വന്തം അന്തരാത്മാവിനെ തന്നെ ഭക്തജനങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് പുറപ്പാട്. അതിൽ കവിയാണ് ആദ്യം പറഞ്ഞത്. അതിലൊരു ശ്ലോക ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഖം വായുമഗ്നിം സലിലം മഹീം ച. നമ്മുടെ അന്നപൂർണി പറഞ്ഞത് എന്താ? ഞാനിവിടെ ഉപനിഷത്തൊക്കെ ഉണ്ടാവും കേൾക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഈ ശ്രീമദ് ഭാഗവതം എന്താ? 80% ഉപനിഷത്താണ് വേദാന്ത. അതിലില്ലാത്ത ഒരു ഉപനിഷത്തും ഒരു സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഉപനിഷത്താണെങ്കിലും കുറേ വരണ്ടതാണ്. ഇത് വരളാതെ മധുരമധുരമായി ഉപനിഷത്ത് തത്വങ്ങൾ ചർച്ച ചെയ്തിരിക്കുക. അത് ഭക്തിയോടും ഭഗവാനോടും കൂടി കലർത്തി പറയുന്നത് കൊണ്ട് ശർക്കരയ്ക്ക് അകവും പുറവും ഇല്ല, ഒക്കെ മധുരം എന്ന് പറഞ്ഞ മാതിരി ഭാഗവതത്തിലെ എല്ലാ സ്ഥലത്തും മധുരമാണ്. സ്വാദു പദേ പദേ സ്വാദു ദിനേ ദിനേ. ഇതാണ് ഭാഗവതത്തിൻ്റെ വിവരണം. ഓരോ ദിവസവും അത് കൂടുതൽ മധുരം രുചിപ്രദമായിരിക്കും. ഓരോ വാക്കിലും കൂടുതൽ എന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് വായിച്ചു കവിയുടെ. ഇന്നലെ ഉച്ചയ്ക്കും വായിച്ച ഒരു ഭാഗം പറഞ്ഞു, വൈകുന്നേരവും പറഞ്ഞു. ഇന്നിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ഇനി അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ ഉദ്ധവനെ ഉപദേശിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാനിതിന് പേര് കൊടുത്തിരിക്കുന്നത് ശ്ലോക ഷട്കം എന്നാ. 6 ശ്ലോകങ്ങൾ തുടക്കത്തിൽ പറയുക ഉദ്ധവനോട്. അതിൻ്റെ വിവരണമാണ് ഏകാദശ സ്കന്ധം മുഴുവനും കൃഷ്ണൻ പറഞ്ഞത്. ആ ശ്ലോകം അവർക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് എൻ്റെ മനസ്സിൽ വല്ലാതെ തട്ടി. ഈ ആശ്രമത്തിൽ വരണം, നിങ്ങൾ വീട്ടിലിരിക്കരുത്, ഇവിടെ വന്നിട്ട് ശ്രീമദ് ഭാഗവതം വായിക്കൂ. ഞങ്ങളുടെ ആശ്രമത്തിലെ ചുമരുകളടക്കം കേൾക്കട്ടെ എന്നാണ് പറയണേ. അവർ വായിക്കട്ടെ. അവിടെ ഞങ്ങൾക്ക് എപ്പോഴും സംസാരിക്കാൻ പറ്റുമോ? ഞാനിത് എന്തിനാ പറഞ്ഞത്? സർവഥാ വർത്തമാനോവി. ഇന്നലെ ആരോ കാണാൻ വരുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു? കാറിൽ കയറി ഞങ്ങൾക്കൊരു ഉപവനം എന്നൊരു സ്ഥലമുണ്ട് പാണ്ഡവഗിരി ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്. അവിടെ കുറച്ച് പണി നടക്കുന്നുണ്ട്, ഒരു JCB വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് ചില കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് എനിക്കും അതിൽ വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരിക്കുക. എന്നിട്ട് JCBയെ കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്ന് ഇടാൻ പറഞ്ഞു. കെട്ടിയ മതിലിൻ്റെ പിന്നിൽ പടയിറക്കണം, അതിൽ പിൻപട വേണം എന്ന് പറഞ്ഞ് പൈപ്പ് മേടിച്ച് വെള്ളമൊഴിച്ച് കൊടുത്ത് നമ്മുടെ വാസു എന്ന് പറഞ്ഞൊരു ജോലിക്കാരൻ്റെ അടുത്ത് അതൊക്കെ കുത്തി ഇറക്കാൻ പറയുമായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ പറയണത് ആരോ 2 സ്ത്രീകൾ കാണാൻ വന്നിട്ടുണ്ട്. അതവിടെ നിർത്തി വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. നല്ല വേർപ്പുമുണ്ട്, നല്ല വിഷമമുണ്ട്. നിങ്ങൾ എന്താ വിചാരിക്കണേ? എപ്പോൾ നോക്കിയാലും ഒരു കൃഷ്ണപ്രതിമയുടെയോ ഒരു വിഷ്ണു പ്രതിമയുടെയോ മുമ്പിലിരുന്ന് മാല ചാർത്തി തൊടുത്ത് വിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണോ? ലോകം നടക്കുമോ? നിങ്ങൾ വൈകുണ്ഠത്തിലൊന്ന് പോയി നോക്കൂ. മഹാവിഷ്ണു എപ്പോഴും അവിടെ കിടന്നുറങ്ങുകയാണോ എന്ന് നോക്കൂ. അവിടെ പോയിട്ട് അവിടെയല്ലേ നമ്മുടെ ജയവിജയന്മാർ തെറ്റായി പെരുമാറിയതിന് സനകാദികൾ അവരെ ശപിച്ചത്. അപ്പം മഹാവിഷ്ണു പറയുക, നിങ്ങൾ ശപിച്ചത് നന്നായി, അവർക്ക് ഇനിയെങ്കിലും ഒരു മോചനം കിട്ടട്ടെ. എൻ്റെ ഭൃത്യന്മാർ ചെയ്ത തെറ്റിന് ഞാനാണ് ഉത്തരവാദി. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണേ. അപ്പം മഹാവിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് കുറേ നെഗ്ലക്റ്റ് ഉണ്ടായില്ലോ. അതല്ലെങ്കിൽ ജയവിജയന്മാരെ അവിടെ വെച്ചുകൊണ്ടിരിക്കുമോ? അവർ ചെയ്തിട്ടുണ്ടാവുമോ തെറ്റ്? അതിന് മാപ്പ് ചോദിക്കണോ സനകാദികളോട് പറയുകയാണ്, ഭവാദൃശന്മാരാണ് എൻ്റെ പ്രസിദ്ധി നിലനിർത്തുന്നത്. ഈ മഹാവിഷ്ണുവിനെ ആർക്കും അറിയില്ല, ആരും ശ്രദ്ധിക്കൂല. നിങ്ങളിങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ടാണ് വിഷ്ണുവിന് ലോകത്തിലൊരു സ്ഥാനമെന്ന്. ഞാനിത് ചിലപ്പോൾ തമാശയായിട്ട് പറയും. ഞാനിപ്പോൾ ഇങ്ങനെ മുക്തി സുധാകരത്തിൽ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ മഹാവിഷ്ണുവിനും ശ്രീഹരിക്കും ഉപനിഷത്തുകൾക്കും വേദവ്യാസർക്കും ഒക്കെ ഒരു പ്രചാരമുണ്ടാവട്ടെ എന്ന്. അപ്പോൾ അവർക്ക് പ്രചാരമുണ്ടാക്കി കൊടുക്കുന്ന എന്നെപ്പോലെ ഒരാളെ എല്ലാവിധത്തിലും സഹായിക്കേണ്ട ചുമതല ആർക്കാ? ആദ്യം ഈ ലോകത്തിന് മുഴുവൻ സന്ധാരണം ചെയ്യുന്ന ശക്തി കേന്ദ്രത്തിനാണ്. സർവഥാ വർത്തമാനോവി. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു തത്വജ്ഞൻ
എപ്പോൾ നോക്കിയാലും ശാസ്ത്രം വായിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, വേറെ ഒന്നും ചെയ്യില്ല എന്ന്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആശ്രമത്തിൽ പറയുന്നുണ്ട്, സ്വാമിജി ഇപ്പോൾ പുറത്തൊന്നും പോകാറില്ലല്ലോ, പോകണമെന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ സ്വാമിജി തന്നെ പോയി കണ്ട് പറഞ്ഞാലേ ചില കാര്യങ്ങൾ നേരെയാവുള്ളൂ, അതൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് മാജി എൻ്റെ അടുത്ത് പറയാറ്. അപ്പം ഞാനിപ്പോൾ വയ്യെങ്കിലും ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് പോവും, ഒന്ന് ഇറങ്ങിപ്പോവും. വയ്യാത്തതിലേറെ അവിടെ പോയി ഓരോന്ന് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കാനോ വരുന്നവരോട് സംസാരിക്കാനോ പറ്റാതെ വരിക. 2 ജോലിയേ ഞാൻ ചെയ്യണുള്ളൂ, ഒന്നിലോ എഴുതും, ഇല്ലെങ്കിൽ സംസാരിക്കും. ഈ എഴുതുന്നതും സംസാരിക്കുന്നതും അത് വേണ്ടതുപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ക്ഷീണം വന്നാൽ പറ്റില്ലല്ലോ. സർവഥാ വർത്തമാനോവി, ഈ ഒരു ലൈൻ നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഈ ലോകം നടക്കാൻ വേണ്ടി മൾട്ടിപ്പിൾ കോൺട്രിബ്യൂഷൻസ് ആർ നെസസറി. വീട്ടമ്മമാർ അവരുടെ ജോലി ചെയ്യണം, ഗൃഹനാഥന്മാർ അവരുടെ ഉദ്യോഗം ഭരിക്കണം, ക്ഷേത്രങ്ങൾ സജീവമായി പ്രവർത്തിക്കണം, പാർക്കുകളും വിനോദസ്ഥലങ്ങളും അതിനനുസരിച്ച് പ്രവർത്തിക്കണം, ആസ്പത്രികൾ വേണം, വിദ്യാലയങ്ങൾ വേണം, ട്രാൻസ്പോർട്ട് വേണം, ഇറക്കുമതി വേണം, കയറ്റുമതി വേണം. ഈ ലോകത്തിന് പല വിധത്തിലുള്ള സംഭാവനകൾ പലരും മൂലം ആവശ്യമാണ്. ഒരു ഹോളിഡേ പ്രിയന്മാരാകരുത് നമ്മൾ. എല്ലാവരും ജോലി ചെയ്യണം. ഒരു ഹോളിഡേ എടുത്താൽ ആ നേഷൻ, നമ്മുടെ രാജ്യം അത്രത്തോളം 150-ൽ 1 ഭാഗം പിന്നാക്കാ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം ഇത്. ഒരു ഭക്തനെ മടിയനാക്കുന്നതല്ല നമ്മുടെ ശാസ്ത്രം, മനുഷ്യനെ ഉജ്ജ്വല പ്രവർത്തകനാക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രം. മടിക്ക് അവിടെ സ്ഥാനമില്ല, ഭയത്തിന് അവിടെ സ്ഥാനമില്ല, വെറുപ്പിനും വിദ്വേഷത്തിനും സ്ഥാനമില്ല. സ്ഥിരോത്സാഹത്തോടുകൂടി എന്ത് കാര്യത്തിലും സുമുഖനായി സന്തോഷത്തോടുകൂടി പോയി പ്രവർത്തിക്കണം. അതെല്ലാം തന്നെ ഭക്തിയാണ്, അതെല്ലാം തന്നെ സാധനയാണ്. പേരിന് നിങ്ങൾ ധ്യാനിച്ചോളൂ, സമാധിയിലിരുന്നോളൂ, പക്ഷേ സമാധിപ്രിയരോ ധ്യാനപ്രിയരോ ആയി ജീവിതം കഴിക്കരുത്. എത്ര ആളുണ്ട് രാപ്പകൽ കിടന്നുറങ്ങുന്നവർ? 7 മണിക്കൂർ 8 മണിക്കൂർ പരമാവധി കിടന്നുറങ്ങും, 16 മണിക്കൂർ നേരം നിങ്ങൾ ഉണർന്നിരിക്കുകയാണ്. ആ ഉണർന്നിരിക്കുന്നത് പ്രവർത്തിക്കാനാണ്, വ്യവഹാരം നടത്താനാണ്, സമ്പർക്കത്തിനാണ്. അതിൻ്റെ ഇടയിൽ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ധ്യാനിച്ചോളൂ. അങ്ങനെ തീവ്ര ധ്യാനം ചെയ്യുന്നവർക്ക് 1/4 മണിക്കൂർ സമാധി കിട്ടട്ടെ. ആ സമാധി കിട്ടിക്കഴിഞ്ഞാലോ അതിൽ നിന്നും വ്യുത്ഥാനം അനിവാര്യമാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന അറിവ്, അനുഭവം, സാർവത്രികമായ ആ അനുഭവമുണ്ടല്ലോ, ആ അനുഭവവും വെച്ചുകൊണ്ട് സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിത. പിന്നെ അവിടെ ബിംബമില്ല, പടമില്ല, പൂവില്ല, തീർത്ഥമില്ല, പഞ്ചപാത്രമില്ല, ഉദ്ധരണിയില്ല, ശംഖില്ല. അതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് പോട്ടെ, ബാക്കിയുള്ളവരെടുക്കട്ടെ. നിങ്ങൾക്ക് എന്താ? ഏകത്വമാസ്ഥിത ഭജതി. ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഓരോ തരിയിലും അണുവിലും പർവ്വതത്തിലും സമുദ്രത്തിലും ഗോളങ്ങളിലും എല്ലാ ദിക്കിലും ഒരുപോലെ വ്യാപിച്ച് കിടക്കുന്നതാണ് എൻ്റെ ഈശ്വരൻ. എൻ്റെ ആത്മാവിലാണ് ഈ കാണുന്നത് മുഴുവൻ പ്രതിഫലിക്കുന്നത്, നിഴലിക്കുന്നത്. ഈ ആത്മാവിനെ കഴിച്ചേ എല്ലാം ഉള്ളൂ. ഉള്ളതെല്ലാം അതിലുള്ള കുമിളകളാണെന്ന് വിചാരിച്ച് തൻ്റെ ഒതുങ്ങിയ വ്യക്തിത്വം അങ്ങോട്ട് അലിഞ്ഞു പോയി വികസിത വ്യക്തിത്വം ഉദയം ചെയ്യണം. സർവഭൂതസ്ഥമാത്മാനം, അതുപോലെ സർവഭൂതസ്ഥിതം യോമാം. ഈശ്വരനെ പിന്നെ നിങ്ങൾ ഒരു പോയിന്റിലോ ഒരു സ്ഥലത്തിലോ ഒരു ക്ഷേത്രത്തിലോ ഒരു ക്ഷേത്രപാലനോ ആയിട്ട് കാണരുത്. ലോകപാലനായി, വിശ്വപാലനായി, സാർവജനീനനായി കാണണം. സർവഭൂതസ്ഥിതം യോമാം ഭജത്യേകത്വമാസ്ഥിത. അങ്ങനെയുള്ള ദർശനം ഓരോ തവണയും മുറുകി മുറുകി വരട്ടെ, കൂടുതൽ കൂടുതൽ ഉറയ്ക്കട്ടെ. എപ്പോഴെങ്കിലും പോയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കൂ. ആ നോക്കലാണ് സാധന. അവിടെ രണ്ടാമത് ഉറപ്പിക്കലാണ് സാധന. അതിന് ബിംബം വേണ്ട, അതിന് പുഷ്പം വേണ്ട, അതിന് ശംഖ് വേണ്ട. അതിന് വേണ്ടത് മനസ്സ്, ബുദ്ധി. ഈ മാതിരിയുള്ള ശാസ്ത്രങ്ങൾ വായിച്ച് ഗ്രഹിക്കൽ, അത് ഓർമ്മ വയ്ക്കൽ, വേണ്ടി വന്നാൽ അത് വീണ്ടും വീണ്ടും കേൾക്കൽ, വീണ്ടും വീണ്ടും പഠിക്കൽ. തദ്ബുദ്ധയ തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ. ഇതാണ് നമുക്ക് ആവശ്യം. ബുദ്ധി കൊണ്ട് ആലോചിച്ച് മനസ്സിലാക്കുക, അതിൽ താദാത്മ്യം നമുക്ക് വരണം. തന്നിഷ്ഠാഃ, അത് തന്നെ നമുക്ക് നിഷ്ഠ. അത് വിട്ടൊരു പൂജാനിഷ്ഠയില്ല, അത് വിട്ടൊരു തപോനിഷ്ഠയില്ല,
അത് വിട്ടൊരു ഏകാദശി വ്രതനിഷ്ഠയില്ല. അതൊക്കെ അതിൻ്റെ ആവശ്യത്തിന് ശരീരത്തിന് വേണ്ടി നടന്നോട്ടെ, വിരോധമില്ല. ഇവിടെ നിഷ്ഠ മനസ്സിലും ബുദ്ധിയിലുമുള്ളതാണ്. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിത സർവഥാ വർത്തമാനോപി സർവഥാ വർത്തമാനോപി. ആ ആളെ എല്ലാ പ്രകാരത്തിലും എവിടെയൊക്കെ എങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്തൊക്കെ വേണമെങ്കിൽ ചെയ്തോട്ടെ, എപ്പോഴൊക്കെയും സ യോഗി മയി വർത്തതേ. ആ യോഗിയുടെ നിൽപ്പ് എന്നിലാണ്. ആ മനുഷ്യൻ സംസാരിക്കട്ടെ, ശാസ്ത്രം പറയട്ടെ, ആശ്രമത്തിലാവട്ടെ, അല്ല വേറെ വല്ല സ്ഥലത്തും ആകട്ടെ, എന്ത് കാര്യം എപ്പോൾ ചെയ്യേണ്ടി വന്നോ അത് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കണം. സാധാരണ ആശ്രമവാസികൾക്കൊക്കെ ആശ്രമകാര്യങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങളുടെ ആശ്രമത്തിൽ ആരാ വരിക? ജിജ്ഞാസുക്കൾ, ഭക്തന്മാരേ വരുള്ളൂ. അവരെന്താ കേൾക്കാൻ അഭിലഷിക്കുക? അന്നപൂർണിയുടെ കാര്യം പറഞ്ഞ മാതിരിയാണ്. പക്ഷേ അന്നപൂർണിയക്കാർ വിചാരിക്കരുത് ആശ്രമത്തിൽ അത് മാത്രമേ ഉള്ളൂ എന്ന്. അവർക്ക് ഉപനിഷത്ത് പഠിക്കണം. ഭാഗവതത്തിലില്ലാത്തൊരു ഉപനിഷത്ത് എവിടെയാണ്? ഞാനൊന്ന് കേൾക്കട്ടെ. അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ 2-3 ദിവസം സംസാരിക്കാമെന്ന് വെച്ചത്. പക്ഷെ ഉദ്ദേശമാതിരിയുള്ള ദിവസങ്ങൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഒരു ദിവസം 2 നേരം സംസാരിച്ചു. ഇനി ഒരു പക്ഷേ നാളെ സംസാരിക്കും. അവർ പറഞ്ഞുവല്ലോ അങ്ങനെ. അപ്പോൾ അത് മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അത് കഴിയുമ്പോഴേക്കും പറഞ്ഞു, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി സ്വാമിജി, ഞാൻ അറിയാതെ പറഞ്ഞതാ, എനിക്കിവിടെ വന്നാൽ മതി എന്നൊക്കെയായി. ഞാൻ പറയുന്നത് അവരിവിടെ വരട്ടെ, 100 ദിവസം ഇരിക്കട്ടെ, ശ്രീമദ് ഭാഗവതം വായിക്കട്ടെ. ഏതെങ്കിലും ഒരു ഭാഗം നോക്കി മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ ഞാനത് ഗ്രഹിക്കാൻ സഹായിച്ചു കൊടുക്കാം. അതല്ലെങ്കിലോ ഭാഗവതത്തിലുള്ള നല്ല നല്ല മുത്തുപോലെയുള്ള ശ്ലോകങ്ങൾ ഞാൻ വായിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ആ ശ്ലോകങ്ങൾ ഒരു 19 എണ്ണം ഉണ്ട്. അത് പഠിച്ചാൽ മതി. അത് പഠിച്ച് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ശ്ലോകങ്ങളും ഗ്രഹിക്കാനുള്ള വിഭവം അതിനുള്ള കൂർപ്പ്, ബുദ്ധിക്കുള്ള കൂർപ്പ്, സൂക്ഷ്മത, മനസ്സിനുള്ള വിശാലത എല്ലാം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇതാണ് നമുക്ക് ആവശ്യം. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിത സർവഥാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. എൻ്റെ പ്രേക്ഷകരെ, നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമാണ്. ഒരു ഭക്തൻ എല്ലാ സമയവും പൂജ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പൂജയൊക്കെ ആദ്യം പ്രഥമ സോപാനത്തിൻ്റെ പ്രഥമ പടികളാണ്. പൂജ ചെയ്യുന്നത് വിരൽത്തുമ്പ്, പുഷ്പങ്ങൾ പോയി വീഴുന്നത് പ്രതിമയോ പടത്തിൻ്റെയോ തുമ്പ്. ഭക്തി ഉണ്ടാവേണ്ടതോ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, മനസ്സിലാണ്. അപ്പം മനസ്സിൽ ഭക്തി ഉണ്ടാവാൻ മനസ്സുകൊണ്ട് തന്നെ പ്രയത്നിക്കുന്നതല്ലേ ഏറ്റവും ഉത്തമം. ആ മനസ്സുകൊണ്ടുള്ള പ്രയത്നം എന്താ? ഈ വക കാര്യങ്ങളെക്കുറിച്ച് കേൾക്കണമെങ്കിൽ കേൾക്കുക, വായിക്കണമെങ്കിൽ വായിക്കുക, എന്നിട്ട് മനനം ചെയ്യുക. ഓഹോ, ഇങ്ങനെയാണല്ലേ, ഭഗവാൻ എല്ലാ ദിക്കിലുമുണ്ടല്ലേ, സർവഭൂതങ്ങളിലുമുണ്ട്, ഓരോ അണുവിലുമുണ്ട്, ബൃഹത്തിലുമുണ്ട്. അങ്ങനെ എല്ലാ ദിക്കിലും ഉള്ള ഭഗവാന് എല്ലാറ്റിലുമുള്ളതായി ഏകത്വത്തോടുകൂടി, ആ ഏകത്വ ഭാവനയോടുകൂടി ഭജിക്കണം. അപ്പം ഏകത്വം കൈവരണം എൻ്റെ മനസ്സിൽ, എൻ്റെ ബുദ്ധിയിൽ. അതെനിക്ക് വന്നുവോ? വന്നില്ല. എന്താ കാരണം? എന്താണ് തടസ്സം? അജ്ഞാനമാണോ? അതിനെ നീക്കുക. മോഹമാണോ? അതിനെ നീക്കുക. ഭ്രമമാണോ? അതിനെ നീക്കുക. ആശകളാണെങ്കിൽ അതിനോട് യാത്ര പറയുക. അങ്ങനെ ഉൾപരിശോധന കൊണ്ട് ഉൾസ്മരണ കൊണ്ട് ഉൾമനനം കൊണ്ട് അവിടുന്നാണ് ഈ മനസ്സ് മുഴുവൻ നേരെയാവുന്നത്. ഈ മനനം നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമാകണം. ഭജത്യേകത്വമാസ്ഥിത സർവഥാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. ഈ ഒരു ശ്ലോകം എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. സർവഥാ വർത്തമാനോപി ഒരൊറ്റ വാക്ക. ആ ആളെ എങ്ങനെ ഇരുന്നാലും, എല്ലാ പ്രകാരത്തിലും ഇരുന്നാലും ആ യോഗി മയി വർത്തതേ. നിങ്ങളാരും ഒന്നും മിണ്ടണ്ട. ആ മനുഷ്യൻ എന്നിലാണ്, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ. നിങ്ങളൊരൊറ്റ ആൾ പറയരുത്, സ്വാമി അത് ചെയ്തില്ല, തപസ്വി ഇത് ചെയ്തില്ല. നിങ്ങളൊന്നും അറിയണ്ട. അവരുടെ മേഖലയും അവരുടെ സ്ഥാനമൊക്കെ ഒന്ന് വേറെയാണ്. അവർ വേദാന്ത വാക്യേഷു സദാരമന്തോ, ആ കൂട്ടരാണവർ. വേദാന്ത വാക്യങ്ങളിലായിരിക്കും അവരുടെ മനസ്സ് സദാ രമിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അവർ മനുഷ്യ ശിശുവായിട്ടാണ് ജനിച്ചിരിക്കുന്നത്, ഭൂമിയിലാണ് പാർക്കുന്നത്, പഞ്ചഭൂതങ്ങളോടുകൂടിയാണ് സമ്പർക്കം. ആശ്രമമായാലും കാടായാലും എവിടെ ആയാലും
ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ, സമാജത്തിന് വേണ്ട കാര്യങ്ങൾ, അവരവരുടെ അടുക്കിലേക്ക് വരുന്നവരുടെ എല്ലാ വിധത്തിലുള്ള നന്മകളും എല്ലാം അവർക്ക് ശ്രദ്ധിക്കേണ്ടി വരും. അതിലൊരൊറ്റ എണ്ണത്തിൽ അഭക്തി എന്ന് പറയാനില്ല. അവരെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, എഴുതണമെങ്കിൽ എഴുതട്ടെ, മണ്ണ് കളയ്ക്കണമെങ്കിൽ കളച്ചോട്ടെ, കുത്തണമെങ്കിൽ കുത്തിക്കോട്ടെ, മാന്തണമെങ്കിൽ മാന്തിക്കോട്ടെ, പുസ്തകം അച്ചടിക്കണമെങ്കിൽ അച്ചടിച്ചോട്ടെ, അഡ്രസ്സ് എഴുതണമെങ്കിൽ എഴുതിക്കോട്ടെ, കമ്പ്യൂട്ടറിലിരുന്ന് ജോലി ചെയ്തോട്ടെ, എഴുത്തുകൾ ഒട്ടിച്ച് അയച്ചോട്ടെ, മറുപടി അയച്ചോട്ടെ. ആ എഴുത്തിൽ പലതും ഉണ്ടാവും, ചീത്ത പറയുന്ന എഴുത്തും ഉണ്ടാവും, നല്ലതും ഉണ്ടാവും. എന്ത് ചെയ്താലും ശരി, സർവഥാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോപ്പാ? ആ ഭഗവത്ഗീതയുടെ മഹത്വം ഒന്ന് മനസ്സിലാക്കൂ. 2 ശ്ലോകങ്ങളും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് 31ാമത്തെ ഒരു ശ്ലോകമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഇതിനെയും കവച്ചു വയ്ക്കുന്നതാണ് അടുത്ത ശ്ലോകം. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. ഈ ശ്ലോകങ്ങൾക്കൊക്കെ എത്ര സമ്മാനം കൊടുത്താലും പോരാ. ഇത് കൃഷ്ണൻ പറഞ്ഞു, അർജുനൻ കേട്ടോ, സഞ്ജയൻ കൂടെ ഉണ്ടായിരുന്നോ നമുക്കറിയില്ല. വേദവ്യാസ മഹർഷി എന്ന് പറയപ്പെടുന്ന ഒരാൾ എഴുതിയുണ്ടാക്കിയതാന്ന് പറയുന്നു. എന്തായാലും നമ്മുടെ മുമ്പിലുണ്ട് ഈ സംഗതി. അതാണ് ഇവിടെ പ്രമാണം.